ദുരിതബാധിത മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം തുടരുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട്ടിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. സ്വാഭാവികമായും ഞാനിപ്പോഴുള്ളത് ഇവിടെ കൽപ്പറ്റയിലെ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. നിരവധി ആളുകൾ എനിക്കൊപ്പമുണ്ട്. മോനെ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ GVHS വെള്ളാർമലയാണ്. അവിടെ ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോൻ്റെ പേരെന്നാ? അർഷു. ആ ക്ലാസ്സിൽ സ്കൂളെല്ലാം പോയി അല്ലേ? പോയി. പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എനിക്ക് ആ സ്കൂൾ ഒന്നുകൂടി തിരിച്ചു കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ സ്കൂൾ അതുപോലെ തന്നെ വേണമെന്ന്? പഴയതുപോലെ തന്നെ വേണം. ആ താൽക്കാലികമായിട്ട് ഇപ്പോൾ മേപ്പാടിയിൽ വെക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങളെ പഴയ സാർമാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ആ സ്കൂളൊന്ന് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒന്ന് പറയണം, പ്രധാനമന്ത്രിയുടെ അടുത്ത് പറയണം ഒക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് മോന് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് അല്ലേ? അപ്പോഴയുടെ അരികിൽ തന്നെ വീണ്ടും സ്കൂൾ വേണമെന്നാണോ മോൻ പറയുന്നത്? അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കൂട്ടുകാരെയൊക്കെ കാണാറുണ്ടോ? കൂട്ടുകാരുടെ അടുത്തൊക്കെ കാരണം ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും എവിടെയാണ് ഉള്ളത് ഇപ്പോൾ കൂട്ടുകാരൊക്കെ? എല്ലാവരും പല ആൾക്കാരും ക്യാമ്പിലും, കുറേ ആൾക്കാർ അവരെ കുടുംബക്കാരെ വീട്ടിലും. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പോയി. എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നൊരു അഹന്യ പറഞ്ഞൊരു കുട്ടിയും മരിച്ചുപോയി. എൻ്റെ കൂടെയുള്ളൊരു അഫ്ലഹിന് എന്തോ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ എന്താ ചെയ്യുക? എത്ര ദിവസമായി ഇപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഒരു 10 ദിവസത്തിൻ്റെ അടുത്തായി. 10 ദിവസത്തിൻ്റെ അടുത്തായി. ഓക്കെ, എല്ലാം ശരിയാവും കേട്ടോ. ഇപ്പം ആരൊക്കെ ഉണ്ട് ഇവിടെ ക്യാമ്പിൽ? ക്യാമ്പിലോ? എൻ്റെയോ? ഇവിടെ ക്യാമ്പിൽ മോൻ്റെ കൂടെ ആരൊക്കെ ഉള്ളത്? എൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഉണ്ട്. പിന്നെ അട്ടമലയുള്ള കുറേ ആൾക്കാരുണ്ട്. ഓക്കെ മോനെ. അങ്ങനെ ഓരോ മനുഷ്യർക്കും ഉണ്ട്. മോനെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മോൻ പറയുന്നത് അവൻ്റെ സ്കൂളാണ്, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ. അധ്യാപകർ വന്നപ്പോഴും അവൻ ആദ്യം ചോദിച്ചത് അതാണ്, നമ്മളെ വെള്ളാർമല സ്കൂൾ ഉണ്ടാവുമോ ഇനി എന്ന് പറഞ്ഞു. പിന്നെ കൂട്ടുകാരെ അവൻ അന്വേഷിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പോയവരെന്നും. അപ്പം നമുക്ക് പറയാനുള്ളത് തന്നെയാണ്, ഇത്രയും വലിയൊരു ദുരന്ത മേഖലയാണ്. അവിടെ നിന്ന് ഞങ്ങൾ എന്താ ചെയ്യണത്? ഞങ്ങൾ മാറ്റി എത്ര ദിവസം എത്രയും പെട്ടെന്ന് വേണമെന്നാണ്. ഇത് പിന്നെ ഓരോ ദിവസം കഴിയുന്നിടത്തോടൊപ്പം തന്നെ 10 ദിവസമായി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ആയാലും ഇങ്ങനെ കുറേ ദിവസം കൊണ്ട് താമസിക്കുമ്പോൾ ഭയങ്കര മാനസികമായിട്ട് ഇതുണ്ടാവുകയാണ്. ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് പോകേണ്ട കാര്യം ഓർക്കുമ്പോഴും പേടി. വീടുണ്ട്, പക്ഷെ വീടിരിക്കുന്ന മേഖലയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. മഴയൊന്നും ആയിട്ടില്ല, ഇനിയും മഴ പെയ്യൂലേ. അപ്പം അതിൻ്റെ ഒരു പേടിയുണ്ട്. പ്രധാനമന്ത്രി എന്തെങ്കിലും ചെയ്തു തരുന്നതാണ് നമ്മുടെ വിശ്വാസം.